വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, അൽമവദ്ദ മീലാദ് ഫെസ്റ്റിൻ വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സ്നേഹം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, അൽമവദ്ദ മീലാദ് കോൺഫറൻസിൽ നിന്നും ഈ വേദിയിൽ നിന്നും നിങ്ങളുടെ മനതലങ്ങളെ ഞങ്ങൾ അങ്ങകലെ മദീനയിലേക്ക് ഹിജറ 3-ാം വർഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ചരിത്ര മുന്നേറ്റ വഴികളിൽ തുല്യതയില്ലാത്ത ഒരു അധ്യായമാണ് ഉഹദ് യുദ്ധം. മദീനയിലെ മടിത്തട്ടിലെ ഉഹദ് പർവ്വതം ഇസ്ലാമിക ചരിത്രത്തിൽ ഇടപെടുകയാണ്. 200ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം 3000ഓളം വരുന്ന ഖുറൈശി പടയെ നേരിടാൻ ഒരുങ്ങുകയാണ്. നിരവധി ഗുണപാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകി ധീരതയുടെ ഒട്ടനേകം സംഭവ വികാസങ്ങൾ വിളിച്ചോതുന്ന ചരിത്രമാണ് ഉഹദിന് പറയാനുള്ളത്. ഉഹദിൻ്റെ യുദ്ധഭൂമിയിൽ നിന്നും ഒപ്പിയെടുത്ത ഏതാനും ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. ഒരു വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രഭൂമിയാകാൻ ഉഹദിൻ്റെ മണൽത്തരികൾ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പക്ഷവും ന്യൂനപക്ഷവും സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. പരിശുദ്ധ ദീനിൻ്റെ പതാക സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. മറുവശത്ത് ഖാലിദ് ഇബ്നു വലീദ് സർവായുധനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉഹദിലെ ജബൽ റുമാത്ത് ഉഹദ് യുദ്ധത്തിൻ്റെ ഗതി നിർണയിച്ച ഒരു ചെറിയ കുന്ന്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ 50 സ്വഹാബികളെ അവിടെ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരേണ്ടതില്ലെന്ന് കർശനമായ നിർദ്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകി. അമ്പെയ്ത്തുകാരെ, യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ വരേണ്ടതില്ല. ഈ ജബൽ റുമാത്ത് അതുതന്നെയാണ് ഉഹദ് യുദ്ധത്തിലെ തന്ത്രങ്ങളുടെ കൂർത്തമോന. മുസ്ലിം പക്ഷത്ത് നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ശത്രുവിൻ്റെ വാളിൻ്റെ മൂർച്ചയ്ക്ക് ഇരയാകേണ്ടത് വന്ന് നിങ്ങൾ കണ്ടാലും നിങ്ങൾ സഹായത്തിനായി വരേണ്ടതില്ല. ഓ സ്വഹാബ, ഈ മലയുടെ പിൻഭാഗത്ത് നിന്ന് വരുന്ന ശത്രുക്കളുടെ ആഗമനത്തെ തടുക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിലേക്ക് ദുആ ചെയ്തു. ശേഷം തന്റെ വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ വാളിന്റെ ഹക്ക് നിർവഹിക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അവരൊക്കെ പറഞ്ഞു, ഞാൻ നിർവഹിച്ചു കൊള്ളാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നൽകിയില്ല. കൂട്ടത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ്, നബിയെ, ആ വാളിന്റെ ഹക്ക് ഞാൻ നിർവഹിച്ചു കൊള്ളാം, ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താം, എന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് ആനയിക്കൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹുക്ക് നൽകി. യുദ്ധക്കളം ഉണർന്നു. ഇരുപക്ഷവും പരസ്പരം പോരാടി. ഹംസ റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്തിന്റെ തലയറുത്ത് സംഹാര താണ്ഡവമാടി ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ ചീറിപ്പായുകയാണ്. ഉഹുദിന്റെ മണൽത്തരികൾ, ആ മണൽത്തരികളിൽ ചീറിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 30-ലധികം ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയ വാൾത്തല ഹംസ റളിയല്ലാഹു അൻഹു ഉയർത്തിപ്പിടിച്ചു. ഉഹുദിന്റെ മണൽത്തരികളിൽ പ്രകമ്പനം കൊള്ളിക്കുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അതാ അങ്ങോട്ട് നോക്കൂ, ധീരത മുറ്റിയ ഒരു മല്ലൻ. ആരാണ് അയാൾ? അതെ, സിബാ. ധീരതുല്യരായ സ്വഹാബത്തുൽ കിറാമിനെ വെല്ലുവിളിക്കുകയാണവൻ. ഹംസ റളിയല്ലാഹുവിന്റെ കാതുകളിൽ പതിഞ്ഞ അവന്റെ ശബ്ദം അതാ അവിടുത്തെ വാൾ തലപ്പുനക്ക് ഊർജം പകർന്നു. ക്ഷണനേരം കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു സിബായിനെ യുദ്ധഭൂമിയിൽ വെട്ടിപ്പിളർത്തി. രക്തം ചീറ്റിത്തെറിച്ചു. ഈ കോലാഹലങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അതാ കാട്ടുപൊന്തുകൾക്കിടയിൽ ഒരാൾ. ആരാണ് അയാൾ? അതെ, വഹ്ശി. ഹംസ റളിയല്ലാഹുവിനെ മാത്രം തെരഞ്ഞു നടക്കുകയാണ് അവൻ. ഹിന്ദിന്റെ സമ്മാനം നേടാൻ ഹംസ റളിയല്ലാഹുവിനെ വകയിരുത്തുകയാണ് അവന്റെ ലക്ഷ്യം. പക്ഷേ ശരീരമാസകലനം പടയങ്കി ധരിച്ച ഹംസ റളിയല്ലാഹുവിനെ കണ്ട വഹ്ശി നിരാശാഭാവമണിഞ്ഞു. തന്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടുളി എവിടേക്കറിയാൻ? ചാട്ടുളി ശരീരത്തിൽ തുളഞ്ഞു കയറാൻ ഒരു ചെറിയ വിടവ് പോലും കാണുന്നില്ലല്ലോ. തക്കം പാർത്ത് വഹ്ശി ചാട്ടുളിയുമായി കാത്തു നിൽക്കുകയാണ് അവിടെ. തീരം വിട്ട് തോറച്ചവൻ ഏറ്റുമുട്ടലിനൊടുവിൽ ഹംസ റളിയല്ലാഹു അൻഹു ഒന്ന് കുനിഞ്ഞു. ശരീരത്തിന്റെ അടിവയറ്റത്തുള്ള ആ ഭാഗത്ത് പടയങ്കി ഒന്ന് ഉയർന്നു. ഉന്നം കാത്തു നിൽക്കുന്ന വഹ്ശിക്ക് ഉന്നം പിഴച്ചില്ല. അതാ തന്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടുളി ഹംസ റളിയല്ലാഹുവിന്റെ വയറ്റത്ത് പതിച്ചു. പ്രകമ്പനം കൊള്ളുകയാണ്. പുണ്യ ശരീരമത ചുടുമണലിലേക്ക്
തുടികൊടുന്ന ഹൃദയവുമായി വിവരമറിഞ്ഞ ഹിന്ദ് അവിടേക്ക് ചാടി വന്നു. അതാ ഹിന്ദിന്റെ പക പൊതിഞ്ഞു പൊങ്ങി. അടക്കാനാകാത്ത വിദ്വേഷത്തോടെ അവൾ ഹംസ റളിയല്ലാഹുവിന് നേരെ ചീറിപ്പാഞ്ഞു. തീവ്രമായ പകയോടെ ഹംസ റളിയല്ലാഹുവിന്റെ കരൾ പറിച്ചെടുത്ത് ചവച്ച് തുപ്പി ആർത്തു ചിരിച്ചു. ചരിത്രം മുഖം പൊത്തി കരഞ്ഞുപോയി. സൂര്യൻ വ്യസനത്താൽ മേഘപാളികളിൽ മുഖം പോറ്റി. എന്റെ പ്രിയ ശ്രോതാക്കളെ, ഷഹീദ് ശുഹദാഹിന്റെ പുണ്യരക്തം ഹിന്ദിന്റെ വായിൽ കലർന്നുകൊണ്ടാകാം, അതിന്റെ ബർക്കത്ത് കൊണ്ടാകാം ഹിന്ദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് നെഞ്ചേറ്റുന്ന ഈ ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബാക്കളും രക്തമൊഴുക്കി സംരക്ഷിച്ച് നൽകിയതാണ്. ആ ദീനിനു വേണ്ടി മരണം വരെ പ്രവർത്തിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.